ഒരു പ്രാവശ്യം കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ ദൈവം ഇടയാക്കി. ആ, നമുക്ക് വളരെ നന്ദിയോടെ ദൈവസന്നിധിയിലിരിക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് കൺഫേം ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. ഫുൾ സ്ക്രീൻ കാണാമോ? യാ, ഫുൾ സ്ക്രീൻ അല്ല ഇപ്പോ, പക്ഷെ കാണാം. ഇപ്പൊ ഫുൾ സ്ക്രീൻ ആയോ? ഇപ്പോ ഫുൾ സ്ക്രീൻ ആയി. ഓക്കെ ഓക്കെ, താങ്ക്സ്. നമ്മൾ ഇത്രയും ക്ലാസ്സുകളായിട്ട് ഒരേ ഒരു തീമാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തീമാണ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന് നമ്മൾ പറയുമ്പം ഫോൾസ് ഡിസൈപ്പിൾ ഉണ്ടോ എന്നൊരു ചോദ്യം വരും. തീർച്ചയായും ഫോൾസ് ഡിസൈപ്പിൾസ് ഉണ്ട്. ഒരു ഫോൾസ് ഡിസൈപ്പിൾസിൽ കൂടുതൽ ആളുകളും രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ഡിസൈപ്പിൾഷിപ്പിൽ പ്രയാസമുള്ളവരുണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ അനുസരിച്ച് നമ്മുടെ രക്ഷയെ ഉറപ്പുവരുത്തി, ഒരു മരത്തിനെ അതിൻ്റെ ഫലങ്ങളാൽ തിരിച്ചറിയും എന്നത് ഓർത്ത് രക്ഷയെ ഉറപ്പുവരുത്തി അനുസരിച്ച് ശിഷ്യത്വത്തിൽ വളരാം. അത് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ക്വിക്കായിട്ട് ചില കാര്യങ്ങൾ റിവ്യൂ ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. നമ്മൾ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യുവിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നത്. മാത്യു അറേഞ്ച് ചെയ്തേക്കുന്ന ഇപ്രകാരമാണ്. ഏറ്റവും കുറഞ്ഞ രീതിയിൽ 5 മെയിൻ പ്രസംഗങ്ങളാണ് അതിനകത്തുള്ളത്. അത് പലയിടത്തായി തുന്നിക്കെട്ടി പോലെ ഒരു തുണി പോലെ ദൈവം അത് അറേഞ്ച് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അത് കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല. അതൊരു ജീവിത രീതിയാണ്. നമ്മൾ ജീവിത രീതി എന്ന് പറയുമ്പോൾ ഒരു 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 വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അതായത് സുവിശേഷത്തോടൊരു കടപ്പാട് തോന്നുകയും ആ കടപ്പാടിൽ അസംബ്ലിയിൽ അനുസരിച്ച് കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വേ ഓഫ് ലൈഫ്. അതിന് അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്. നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വഭാവം, നമ്മുടെ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതെല്ലാം അതിന് പല രീതിയിൽ തടസ്സം വരാറുണ്ട്. ആയതിനാൽ ട്രൂ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുമ്പോൾ അത് കടപ്പാടുള്ള സ്നേഹവും ഭയമില്ലാത്ത താഴ്മയും വളരെ മെനക്കെട്ട് അനുസരിക്കുന്ന ഒരു പ്രവണതയും സന്തോഷത്തോടു കൂടെ കമ്മിറ്റ്മെന്റ് വരുന്ന ഒരു രീതിയും പ്രത്യാശ വളരെ ക്ഷമയോടെ പ്രത്യാശ വെക്കുന്ന, ഇതെല്ലാം ഒത്തിണങ്ങുന്ന ഒരു ജീവിത രീതിയാണ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. അതിന് അതിൻ്റെതായ കോസ്റ്റ് ഉണ്ട്. അത് ലൂക്ക് 14 നമ്മൾ ധ്യാനിച്ചത്. അതിന് എക്സ്ക്യൂസ് ഇല്ല. എന്ന് പറഞ്ഞാൽ ന്യായം പറഞ്ഞുകൊണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുസരണത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകുക എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് അതിൻ്റെതായ കോസ്റ്റ് ഉണ്ട്. ഇപ്പൊ മാത്യു ഗോസ്പൽ നമ്മൾ പഠിക്കുമ്പോൾ കിങ്ഡം ഓഫ് ഹെവനും കിങ്ഡം ഓഫ് ഗോഡ് എന്നൊരു ഒരു ഒരു യൂസേജ് നമ്മുടെ മനസ്സിൽ വരും. മാത്യൂസ് ഗോസ്പലിൽ കിങ്ഡം ഓഫ് ഹെവൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് ഗോസ്പൽസിൽ ഇതേ കാര്യങ്ങൾ കിങ്ഡം ഓഫ് ഗോഡ് എന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ രണ്ടും ഒരേ കാര്യത്തെയാണ് റെഫർ ചെയ്യുന്നത് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ക്വിക്കായിട്ട് 2 ക്ലാസ്സിന് മുന്നേ അസംബ്ലിയിൽ 2 പെർസ്പെക്റ്റീവ് ഉണ്ട് കിങ്ഡം ഓഫ് ഗോഡ്. അതിപ്പോൾ പറയാൻ കാരണം ഈ പ്രസംഗങ്ങൾ, അതായത് കഴിഞ്ഞ മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 10-ഉം 13-ലും കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റിയുള്ള പ്രസംഗങ്ങളും 5 to 7-ൽ അതിൻ്റെ പ്രിൻസിപ്പിൾസും പറയുന്നത് കൊണ്ട് അസംബ്ലീസിൽ അതിൻ്റെ രീതിയിൽ 2 രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, കിങ്ഡം ആസ് പ്രൊഫസീഡ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് വാസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ്. പഴയ നിയമത്തിൽ പ്രവചിച്ചതനുസരിച്ച് ഉള്ള ഒരു ദൈവരാജ്യം, സ്വർഗരാജ്യം കർത്താവ് ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തില്ല എന്ന് ചിന്തിക്കുന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. അത് 100% പോസ്റ്റ്പോൺ ചെയ്തു 1000 ആണ്ട് വാഴ്ചയിലേക്ക്.
സഭ ആ കിങ്ഡത്തിന്റെ ഭാഗമല്ല. ചർച്ച് ഈസ് എ മിസ്റ്ററി. ഇപ്പോൾ ഇങ്ങനെ തുടങ്ങുന്ന അഭിപ്രായങ്ങൾ വളരെയധികമുണ്ട്. ഇതോട് ഇതുപോലെ അല്ലാത്തൊരു അഭിപ്രായമുണ്ട്. Kingdom as prophesied in the Old Testament was established spiritually. Later, it will be visible during the 1,000 years. അങ്ങനെ അഭിപ്രായമുള്ളവർ, കിങ്ഡം ഈസ് നോട്ട് പോസ്റ്റ്പോൺഡ്. സഭ ഒരു മർമ്മമാണ്, ബട്ട് സഭ ഈസ് പാർട്ട് ഓഫ് ദ കിങ്ഡം. ഞാൻ ഇത്രയും പറഞ്ഞ് പോകുന്നു, കാരണം ഡോക്ടറിൽ ഒരു 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 ഡിസ്കഷനിൽ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ട് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിനെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർ അത് പെർസ്യൂ ചെയ്യണം. അതൊരു ഇമ്പോർട്ടൻ്റ് തീമാണ്. ക്രൈസ്റ്റിന്റെ സെർമൺസിനെ മനസ്സിലാക്കാനും ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വായിച്ച് മനസ്സിലാക്കാനും ഉപകരിക്കുന്ന ഒരു ഡോക്ടറിനൽ ഡിസ്കഷനാണ്. അതുകൊണ്ട് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന ഫോക്കസിലേക്ക് മടങ്ങി വരാൻ ഇത് പറഞ്ഞു പോകുന്നു. നോട്ട് ചെയ്യാൻ ദൈവം കൂടുതൽ ഓരോ ടോപ്പിക്സ് നമുക്ക് പഠിക്കാനും ധ്യാനിക്കാനും സഹായിക്കട്ടെ. നമ്മൾ ആദ്യത്തെ ഡിസ്കോഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞതാണ് മാത്യു 5, 6, 7. അവിടെ കിങ്ഡം പ്രിൻസിപ്പിൾസ് ചാപ്റ്റർ 5, 3-16 കാണാം. ആ കിങ്ഡം പ്രിൻസിപ്പിൾസ് കർത്താവ് നമ്മൾ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. അത് പറഞ്ഞതിന് ശേഷം കർത്താവ് അവരെ കറക്റ്റ് ചെയ്യുകയാണ്. അവരുടെ ന്യായപ്രമാണത്തെ കറക്റ്റ് ചെയ്യുക, അല്ലെ ന്യായപ്രമാണം കറക്റ്റാണ്. ആ ന്യായപ്രമാണം മനസ്സിലാക്കിയ വിധത്തെ ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ പോലെ വായിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം, അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കണം എന്നത് വെച്ചുകൊണ്ട് കർത്താവ് അവരെ ന്യായപ്രമാണം സംബന്ധിച്ചും അവരെങ്ങനെ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിച്ചു എന്ന് സംബന്ധിച്ചും ഒരു കറക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം കർത്താവ് ഹിപ്പോക്രസി എന്ന തീമിനെ അഡ്രസ് ചെയ്യുന്നു, അങ്ങനെ അവരെ കറക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ പ്രസംഗം അവസാനിക്കുന്നത് ഒരു ചോയ്സ് ആണ്. ഇടുക്കവാതിൽ, ബ്രോഡ് വാതിൽ, 2 തരം ഫലങ്ങൾ, 2 തരം ബിൽഡേഴ്സ്, 2 തരം ആനിമൽസ്, 2 തരം പ്ലാന്റ്സ്, എല്ലാം ഒരു ചോയ്സ് കൊടുത്ത് ആ പ്രസംഗം കർത്താവ് അവിടെ അവസാനിക്കുന്നു. രണ്ടാമത്തെ ഡിസ്കോഴ്സ് ചാപ്റ്റർ 10 കർത്താവ് ഡിസൈപ്പിൾസിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ കിങ്ഡത്തെ പറ്റി പോയി പ്രസംഗിക്കണം. ഞാൻ ദാവീദ് രാജാവാണ്, രാജാവായി പിറന്നവനാണ്. പക്ഷെ എൻ്റെ കിങ്ഡത്തെ പറ്റി നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഒപ്പോസിഷൻ ഉണ്ടാകും. ആയതിനാൽ ദൈവത്തെ മാത്രം ഭയപ്പെടുക, മനുഷ്യനെ ഭയപ്പെടരുത്. അത് പ്രസംഗിക്കുക, അത് വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ പറഞ്ഞു, ലവ് ഗോഡ് മോർ ദാൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ കൂടുതൽ ഒന്നിനെയും സ്നേഹിക്കരുത്. He who loves something more than me, especially family, is not worthy of me എന്ന് പറഞ്ഞാൽ കുടുംബത്തെ ത്യജിക്കുക എന്നല്ല, കർത്താവിന് പ്രീഎമിനൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം എന്നാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത്. മൂന്നാമത് ഒപ്പോസിഷൻ വരുന്ന മൂന്നാമത്തെ ഏരിയയാണ് ട്രൂ ഡിസൈപ്പിൾസിനെ ഓണർ ചെയ്യുക എന്ന് പറയുമ്പോൾ. കാരണം പലപ്പോഴും ട്രൂ ഡിസൈപ്പിൾസിനെ ഓണർ ചെയ്യുമ്പോഴും ഫോൾസ് ഡിസൈപ്പിൾസിന് അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഓണർ ദം, യു ആർ പ്രൊമിസ്ഡ് എ റിവാർഡ്. സോ ഇങ്ങനെ ഒരു ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒപ്പോസിഷൻ ഫേസ് ചെയ്യേണ്ടി വരും. ഭയപ്പെടരുത്, ഒപ്പോസിഷൻ ഉണ്ട്, ഭയം വരും. പിന്നെ സ്നേഹം കൊടുക്കുമ്പോൾ നല്ല കാര്യമാണ് സ്നേഹം കൊടുക്കുന്നത്. പക്ഷേ കർത്താവിന് ആദ്യം കൊടുക്കുമ്പോൾ അതിന് ഒപ്പോസിഷൻ ഉണ്ടാവും. ധൈര്യം കർത്താവിന് ആദ്യം കൊടുക്കുമ്പോൾ ഒപ്പോസിഷൻ ഉണ്ടാവും. ഓണർ കർത്താവിന്റെ മക്കൾക്കും കൊടുക്കുമ്പോൾ അതിന് ഒപ്പോസിഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ശരിയോട് യോജിക്കണം. ശരി ചെയ്യുന്നവരെ ആദരിക്കണമെങ്കിൽ ശരിയോട് യോജിക്കണം. അപ്പം എങ്ങനെ പോയാലും ദൈവസന്നിധിയിൽ നമ്മൾ നേരോടെ നിൽക്കുകയാണെങ്കിൽ അതിന് ഒപ്പോസിഷൻ ഉണ്ട്. എന്നിരുന്നാലും പോയി പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് കർത്താവ് അവരെ ബലപ്പെടുത്തുന്നതാണ് രണ്ടാമത്തെ ഡിസ്കോഴ്സ്.
മൂന്നാമത്തെ ഡിസ്കോഴ്സാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അത് 13-ാം അധ്യായം. ഈ 13-ാം അധ്യായത്തില് കർത്താവ് ദൈവരാജ്യം എന്താണ്, വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഹെവൻ, കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് ദിസ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞ് ദൈവം ചില പാരബിൾസ് ഉപയോഗിച്ച് കിങ്ഡത്തെ പറ്റി ചില കാര്യങ്ങൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ കഴിഞ്ഞ ആഴ്ച നമ്മൾ അല്പം ക്വിക്കായിട്ട് അതിൻ്റെ ഒരു ഓവർവ്യൂ പോയി. ഇന്ന് ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഒരു അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ചാപ്റ്റർ 13 നമ്മൾ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ 13-ൽ ജനറൽ ആയിട്ട് നമ്മൾ കാണുന്നത് കർത്താവ് ഒരു ഉപമ പറയും. ഉപമ പറഞ്ഞിട്ട് ആ ഉപമയെ പറ്റി എക്സ്പ്ലനേഷൻ ഒന്നും ഉടനെ പറയില്ല. അതിന് പകരം ആ ഉപമ പറഞ്ഞതിന് ശേഷം വേറെ ഒരു സംഭവത്തെ പറ്റി പറയും, അല്ലെങ്കിൽ വേറൊരു ഉപമ പറയും. എന്നിട്ട് മാത്രമേ ആദ്യം പറഞ്ഞ ഉപമയുടെ അർത്ഥം പറയുള്ളൂ. ഇതൊരു സാൻഡ്വിച്ച് പോലെയാ, അല്ലെങ്കിൽ ദോശ പോലെയാ. മുകളിൽ ദോശ, മസാല ദോശ എന്ന് സങ്കല്പിക്കുക. മുകളിൽ ദോശ, നടുക്ക് ഉരുളക്കിഴങ്ങ്, വീണ്ടും ദോശ. അല്ലെങ്കിൽ എഗ് പഫ്സ് പോലെ, അകത്ത് മുട്ട, പുറത്ത് അതിന്റെ ബാറ്റർ. അപ്പം ഒരു പാരബിൾ പറഞ്ഞിട്ട് അതിന്റെ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് അതിന്റെ ഇടയിൽ കർത്താവ് ഒരു ഇവന്റോ വേറൊരു കഥയോ അല്ലെങ്കിൽ വേറൊരു ഉപമയോ വേറൊരു എക്സാമ്പിളോ പറയും. അതിന്റെ അർത്ഥം ഇത് മൂന്നും കൂടെ ഒരുമിച്ചാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കാണുന്ന, ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കാണുന്ന രണ്ട് സെക്ഷൻസ് ഉണ്ട് ചാപ്റ്റർ 13-ൽ. നമുക്കത് ഒരു പ്രാവശ്യം കൊണ്ട് റിവ്യൂ ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആദ്യം കാണുന്നത് 13-ാം അധ്യായത്തിൽ പാരബിൾ ഓഫ് ദ സോയിൽ, പാരബിൾ ഓഫ് ദ സോവർ, പാരബിൾ ഓഫ് ദ സീഡ്സ്, പാരബിൾ ഓഫ് ദ സോയിൽ. അതായത് അത് ഉദ്ദേശിക്കുന്നത് ചില മണ്ണിൽ വീണ സീഡ്, ചില മണ്ണ് വഴിയരികിലാണ്, ചില മണ്ണ് കല്ലുള്ള സ്ഥലത്താണ്, ചില മണ്ണ് മുള്ളുകളുള്ള സ്ഥലത്താണ്, ചില മണ്ണ് നല്ല സ്ഥലത്താണ്. അപ്പം ഈ മണ്ണിൽ സീഡ് വീണ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിന്റെ പൊസിഷൻ അതിനെ ആ സീഡിന്റെ വളർച്ചയെ ബാധിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പാരബിളാണ്. നമ്മൾ ആ പാരബിളിലേക്ക് കിടക്കാം. പക്ഷേ ഈ പാരബിൾ ഓഫ് ദ സോയിൽ പറഞ്ഞിട്ട് ആദ്യത്തെ 9 വാക്യത്തിൽ പാരബിൾ ഓഫ് ദ സോയിൽ പറയുന്നുണ്ട്. 18 മുതൽ 23 വരെയുള്ള വാക്യത്തിലാണ് ആ സോയിലിന്റെ എക്സ്പ്ലനേഷൻ. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു സാൻഡ്വിച്ച് പോലെ കർത്താവ് പെട്ടെന്ന് റിയാക്ഷൻ ഓഫ് ദ ജ്യൂസ് ആൻഡ് റിയാക്ഷൻ ഓഫ് ഗോഡ്, ഇത് രണ്ടും ആണ് അവിടെ നമ്മൾ പെട്ടെന്ന് ആ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ആ ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ കഥ ഇതാണ്. ദർ വാസ് എ മാൻ, സോവർ വെന്റ് ടു സോ. ചില സീഡ് വഴിയരികിൽ വീണു, ബേർഡ്സ് കേം ആൻഡ് ഡിവൗർഡ്. ചിലത് സ്റ്റോണി പ്ലേസസിൽ വീണു, അത് ഭയങ്കര പെട്ടെന്ന് വളർന്നു, പക്ഷേ ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് സൺ വന്നപ്പോൾ അത് വിതേർഡ് അവേ ആയിപ്പോയി, ഇത് അഴുകിപ്പോയി. ചിലത് മുള്ളിന്റെ ഇടയിലുള്ള മണ്ണിലാണ് വീണത്, അത് വളർന്നു, പക്ഷെ മുള്ള അതിനെ ചോക്ക് ചെയ്തു. ചിലത് നല്ല മണ്ണിലാണ് വീണത്. അപ്പം ഈ മണ്ണ് എല്ലായിടത്തും ഉണ്ട്. എന്നാൽ മണ്ണിൽ വീണ സീഡിന് ആ മണ്ണിന്റെ ലൊക്കേഷനാണ് ആ സീഡിന്റെ വളർച്ചയെ തീരുമാനിക്കുന്നത്. സോ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മണ്ണ് എന്താ, സീഡ് എന്താണ് എന്ന് നമ്മൾ ഒത്തിരി സ്ട്രെച്ച് ചെയ്യാതെ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ 18 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ് 19-ാം വാക്യത്തിൽ പറയുന്നത്. ഒരു വ്യക്തി വചനം കേൾക്കുകയാണെങ്കിൽ ആൻഡ് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് കേട്ട് അത് വിശ്വസിച്ച് അത് മനസ്സിലാക്കി അങ്ങനെ പോയില്ലെങ്കിൽ then the wicked one comes and snatches away, and this is he who received seed by the wayside. അപ്പം അങ്ങനെ ഒരു പ്രതികരിക്കുന്ന ആളുകളുണ്ട്. കേട്ടു, but he does not understand it.
അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ കഴിവില്ലാത്തത് കൊണ്ട് മനസ്സിലായില്ല എന്ന ഉദ്ദേശത്തിലല്ല, അതൊരു കുറവായിട്ടാണ് പറയുന്നത്. അതായത് മനുഷ്യൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് കേട്ട സത്യത്തെ അനുസരിച്ച് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇരിക്കുന്ന ഒരു പ്രവണത. അങ്ങനെയുള്ള ആളാണ് വഴിയരികിലുള്ള മണ്ണ് പോലെ. ഹിസ് റിയാക്ഷൻ ഈസ് ലൈക്ക് ദാറ്റ്. വഴിയരികിലെ മണ്ണ് പോലെ വീണ ചിലപ്പോൾ എല്ലാം സംഭവിക്കും, ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന രീതിയിലുള്ള ഒരു റിയാക്ഷൻ ഉള്ള ഒരു മണ്ണ്. ഈ മണ്ണിലെല്ലാം എന്തുവാ സീഡ് വീണതാണ്. 20-ാം വാക്യത്തിൽ ഹി ഹു റിസീവ്ഡ് സീഡ് ഓൺ എ സ്റ്റോണി പ്ലേസ്, ഹി ഹിയർസ് ദ വേർഡ്, ഇമ്മീഡിയറ്റ്ലി റിസീവ് വിത്ത് ജോയ്, യെറ്റ് ഹി ഹാസ് നോ റൂട്ട് ഇൻ ഹിംസെൽഫ്, ഹി എൻഡ്യൂർസ് ഫോർ എ വൈൽ. For when tribulation and persecution arises because of the word, he immediately stumbles. കല്ലിന്റെ ഇടയിലുള്ള മണ്ണിൽ വീണ വിത്താണെങ്കിൽ ആ മണ്ണ് വളരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്, പക്ഷെ വേര് പോവാനുള്ള സാഹചര്യമില്ല. അങ്ങനെ ഉള്ള ആ മണ്ണിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് കേട്ട് സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കുന്ന ആളുകൾ. വളരെ ആക്റ്റീവാണ്, വളരെ സന്തോഷമാണ്, പക്ഷെ പെട്ടെന്ന് കഷ്ടപ്പാട്, ദുഃഖം, വേർപാട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, രോഗം അല്ലെങ്കിൽ ജോലി പോയി അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് വന്നാലും ഇങ്ങനെ പെട്ടെന്ന് പ്രയാസങ്ങൾ വരുമ്പോൾ അങ്ങ് വഴുതിപ്പോകുന്ന, റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. 22-ാം വാക്യത്തിൽ ഹി ഹു റിസീവ്ഡ് സീഡ് എമംഗ് ദ തോൺസ് ഈസ് ഹി ഹു ഹിയേഴ്സ് ദ വേർഡ്, and the cares of the world and the deceitfulness of the riches choke the word, and he becomes unfruitful. എന്നാൽ മുള്ളിന്റെ ഇടയിലുള്ള മണ്ണുണ്ട്, ആ മണ്ണിൽ വീണ വിത്താണെങ്കിൽ ആ വിത്ത് മുളയ്ക്കും, പക്ഷേ അത് ഭയങ്കര പാടാ അതിന് വളരാൻ. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വളരെ സിൻസിയറായിട്ട്, വളരെ കെയർഫുൾ ആയിട്ട് കേട്ടതൊക്കെ മനസ്സിലാക്കി നന്നായി റിയാക്ട് ചെയ്യും ദൈവത്തോട്. പക്ഷേ cares of the word, deceitfulness of the riches, അങ്ങനെ ഫലമില്ലാതെ പോകുന്ന ഒരു ജീവിതം നയിക്കുന്ന, അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് പല റിയാക്ഷൻസ് ആണ് അവിടെ എടുത്തു പറയുന്നത്. അതായത് തീരെ റിയാക്ട് ചെയ്യാത്തവരുണ്ട്, പെട്ടെന്ന് വേരില്ലാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് അവസാനം വേര് ഡീപ്പായിട്ട് പോകാനും നേരമില്ല, പെട്ടെന്ന് ഒരു ഓളം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ റിയാക്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ കുറെ പേര് നന്നായി റിയാക്ട് ചെയ്ത്, പക്ഷേ ലോകത്തിന്റെ ആ പ്രയാസവും അല്ലെങ്കിൽ അതിന്റെ അട്രാക്ഷനൊക്കെ വന്നു കഴിയുമ്പോൾ അൺഫ്രൂട്ട്ഫുൾ ആയിട്ട് പോകുന്നു. അങ്ങനെ റിയാക്ട് ചെയ്യുന്നവരും ഉണ്ട്. അവസാനമായി നല്ല നിലത്ത് വീണ് എന്ന് പറയുന്ന കഥയിലെ ആ സംഭവം ഭയങ്കര നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നവരാണ്, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട്. അപ്പൊ പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരെ കാണിക്കുന്ന ഒരു ഉപമയാണ്. അപ്പൊ ആ ഉപമയുടെ നടുക്കാണ് യഹൂദന്റെ റിയാക്ഷനും ദൈവത്തിന്റെ റിയാക്ഷനും എഴുതിയേക്കുന്നത്. 10 മുതൽ 17 വരെയുള്ള വാക്യത്തിലാണ് ആ റിയാക്ഷൻ. ആ റിയാക്ഷൻ പറയുന്നത്, കർത്താവിനോട് ഡിസൈപ്പിൾസ് ചോദിക്കുക, എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ കഥയൊക്കെ പറയുന്നത്, ഇച്ചിരി ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൂടെ? 11-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾക്കത് തന്നിരിക്കുന്നു അതിന്റെ മർമ്മം അറിയാൻ, പക്ഷെ അവർക്കത് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാ? 12-ാം വാക്യത്തിൽ ഉള്ളവന് കൂടുതൽ കൊടുക്കും, അബണ്ടന്റ് ആയിട്ട് കൊടുക്കും, അത് ഇല്ലാത്തവന്, അതായത് മനഃപൂർവ്വം അങ്ങനെ റിയാക്ട് ചെയ്യാത്തവന് ഉള്ളതും കൂടെ എടുത്തു കളയും. അതാണ് ന്യായവിധി. അതുകൊണ്ടാണ് ഞാൻ അവരോട് പാരബിൾസിൽ പറയുന്നത്. ആ 12-ാം അധ്യായത്തിന്റെ വ്യാഖ്യാനം ഇന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 14-ഉം 15-ഉം വാക്യമാണ്. ഇസ്രായേൽ മക്കള് കേട്ടിട്ടും മനസ്സിലാക്കാതെ, കണ്ടിട്ടും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ അവർ ഡള്ളായി. അവർ കണ്ണിനെ അടച്ചു, ചെവിയെ അടച്ചു, ഹൃദയത്തെ അടച്ചു. ഇങ്ങനെ അവര് സത്യം കേൾക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനിയും. അവർ അങ്ങനെ കേട്ട് കഴിഞ്ഞ് അവര് എൻ്റെ അടുത്തോട്ട് മടങ്ങി വന്നാൽ ഞാൻ അവരെ സൗഖ്യമാക്കും. അങ്ങനെ ആകാതിരിക്കാൻ ഞാൻ പാരബിൾസ് സംസാരിക്കുക. സോ ദ റിയാക്ഷൻ ടു ഗോഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വഴിയിൽ
ഉള്ള മണ്ണ് പോലെയാണോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്? കേട്ടു, വലിയ മനസ്സിലൊന്നും ആയില്ല, സ്വർഗത്തിൽ പോവും, അത്രയൊക്കെ മതി, ഇനിയിപ്പോ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ. അങ്ങനെ അങ്ങനെയുള്ളവര് ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ? രണ്ട്, ഭയങ്കര സന്തോഷമാണ്, കർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വേര് ഊന്നാൻ, ആത്മീയമായി വളരാനൊന്നും എനിക്ക് വയ്യ. അപ്പോഴും ചോദ്യം, ഇതൊക്കെ ഉള്ളതാണോ? ദൈവത്തെ കണ്ടിട്ടും വളരാൻ താല്പര്യം ഇല്ലാത്തവര് രക്ഷിക്കപ്പെട്ടതാണോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. മൂന്നാമതായിട്ട്, ഇച്ചിരി കഷ്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ദൈവത്തെ തള്ളി പറയുന്ന ആളുകൾ, അവർക്ക് അങ്ങനെ റിയാക്ട് ചെയ്യുന്നവരാ മൂന്നാമത്തെ ആ എക്സാമ്പിളിലുള്ളു. പിന്നെയുള്ളത് ഞെരുക്കം, ദൈവത്തെയും വേണം ലോകത്തെയും വേണം, ദൈവമൊട്ട് അഡ്ജസ്റ്റ് ചെയ്യത്തുമില്ല, ലോകമൊട്ട് അഡ്വർടൈസ്മെന്റ് കുറയ്ക്കത്തുമില്ല. അങ്ങനെ കഷത്തിലിരിക്കുന്ന പോകാനും പാടില്ല, മേളിലുള്ളത് എടുക്കുകയും വേണം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ മനുഷ്യൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന് ഒരു റിയാക്ഷൻ ഉണ്ട്, ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ട് കർത്താവ് പ്രസംഗിക്കുമ്പോൾ അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്, യു റിയാക്ട് ടു മീ പ്രോപ്പർലി, അതർവൈസ് യു വിൽ ബി ജഡ്ജ്ഡ്. ഇഫ് യു ആർ എ ട്രൂ ഡിസൈപ്പിൾ, ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം. നല്ല നിലത്ത് വീണ വിത്ത് പോലെ, ആ നല്ല നിലം, അവിടെ കല്ലുമില്ല തടയാൻ, തോൺസും ഇല്ല ചോക്ക് ചെയ്യാൻ, നല്ല നിലത്ത്. അങ്ങനെ ഒരു റിയാക്ഷനുള്ള അവരായിരിക്കണം ട്രൂ ഡിസൈപ്പിൾസ്. അങ്ങനെ ആയെങ്കിലേ അത് പറ്റുള്ളൂ. അപ്പൊ ദാറ്റ്സ് ഹൗ ഇൻ ചാപ്റ്റർ 13 ഡിസൈപ്പിൾഷിപ്പിനെ പറ്റി കർത്താവ് പ്രിൻസിപ്പിൾ പറയുന്നത്, യു റിയാക്ട് വെൽ ടു മീ ആൻഡ് ഐ വിൽ റിയാക്ട് പോസിറ്റീവ്ലി ടു യു. വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫോർ എ ട്രൂ ഡിസൈപ്പിൾ, ഹി ഈസ് ഫ്രൂട്ട്ഫുൾ. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇപ്പോഴും ഇതാണ്, കർത്താവിനെ കണ്ടു, കേട്ടു, പക്ഷേ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി, മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. അങ്ങനെയുള്ള ആളുകൾ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടിട്ട് ശിഷ്യത്വത്തെ പറ്റി ചിന്തിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. രണ്ട്, കേട്ട ഉടനെ ഭയങ്കര റെസ്പോൺസാ, പക്ഷെ ചോക്ഡായി പോവും, അല്ലെങ്കിൽ വേരിടാൻ പറ്റുന്നില്ല. ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന മനുഷ്യരുണ്ട്. അതിനകത്ത് ചിലപ്പോൾ ബലഹീനത കൊണ്ട് അങ്ങനെ വന്നേക്കാം. പക്ഷെ കുറെ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്നുള്ള വലിയൊരു ചോദ്യമാണ്. രക്ഷിക്കപ്പെട്ടിട്ട് ഒരു പോരായ്മ വരുന്നതും, ഒരു പാപം ചെയ്യുന്നതും, ഒരു വീഴ്ച വരുന്നതും, രക്ഷിക്കപ്പെടാതെ ഒരു വീഴ്ച വരുന്നത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഡിസൈപ്പിൾഷിപ്പിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ടെൻഷനിലുള്ളത്. ഞാൻ ഡിസൈപ്പിൾ ആണെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഒറിജിനലി രക്ഷിക്കപ്പെട്ടതാണോ? ഈ പറഞ്ഞ കടപ്പാടും ദൈവത്തോട് അടുക്കാനുള്ള ആഗ്രഹവും അനുസരണവും ഒക്കെ ഉണ്ടോ? ഒറിജിനലാണോ? രണ്ട്, ഒറിജിനൽ ആണെങ്കിൽ വീഴ്ച പറ്റിയാലും അനുദപിച്ച് മുന്നോട്ട് വന്ന് ട്രൂ ഡിസൈപ്പിൾസിനെ പോലെ നന്നായി റിയാക്ട് ചെയ്ത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ പറഞ്ഞാണ് കർത്താവ് ആ ചാപ്റ്ററിൽ തുടങ്ങുന്നത്. So parable provides a reminder that even the most enthusiastic outward response to the gospel offers no guarantee that one is a true disciple. നമ്മൾ എങ്ങനെ എത്ര എന്തൂസിയാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രക്ഷിക്കപ്പെട്ട ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ, ശിഷ്യത്വത്തിന്റെ വഴിയിൽ പോകുന്നവരാണെങ്കിൽ, നമ്മുടെ ഉത്സാഹം പുറമേ കാണിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതിന്റെ ടെസ്റ്റ് വരുന്നത് ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ്, പണത്തിന്റെ അട്രാക്ഷൻ, ആങ്സൈറ്റി ഫോർ ദ വേൾഡ്, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാത്ത സംഭവങ്ങൾ. ഇപ്പൊ ഫലം എന്ന് പറയുമ്പം നമ്മൾ എത്ര ആത്മാക്കളെ നേടി, എത്ര പേര് നമ്മൾ പ്രസംഗിച്ചപ്പോ തലകുലുക്കി, ഇങ്ങനെയൊക്കെ എണ്ണി പോകുന്നത് അങ്ങനെ പോയി നമ്മളത് പെട്ടുപോകരുത്. എക്സാമ്പിൾ, അതിൽ എത്രയോ നല്ലതാണ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ലവ്, ജോയ്, പീസ്, ആ ലിസ്റ്റ്. ആ ഫ്രൂട്ട് ഇല്ലാതെ വേറെ എത്ര ഫ്രൂട്ട് ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ദൈവത്തോട് നന്നായി റിയാക്ട് ചെയ്യുന്നവരായിരിക്കും. ദൈവം ആത്മാവിനെ തന്നു, നമ്മുടെ സ്വഭാവം അതനുസരിച്ച് മാറി ദൈവത്തോട് റിയാക്ട് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.
വീണ്ടും 11-ാം അധ്യായത്തിൽ വേറൊരു ഉപമ പറയുന്നു. ഗോതമ്പും കളയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വീറ്റ് ആൻഡ് ടേഴ്സ്, അതിനെപ്പറ്റി ഒരു പാരബിൾ. ഈ പാരബിൾ പറഞ്ഞു 24 മുതൽ 30 വരെ. അതിന്റെ വ്യാഖ്യാനം 36 മുതൽ 43 വരെ. എന്നാൽ അതിന്റെ ഇടയിൽ വേറെ 2 പാരബിളിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം പാരബിൾ ഓഫ് ദ വീറ്റ് ആൻഡ് ടേഴ്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ, ഒരാൾ ഗോതമ്പ് നട്ടു. രാത്രി അവർ ഉറങ്ങിയപ്പോൾ എനിമി വന്നു കള അല്ലെങ്കിൽ ടേഴ്സ് വിതച്ചു. പക്ഷെ വളർന്നു വന്നപ്പോൾ ഇത് രണ്ടും കണ്ടു. അപ്പോൾ സെർവൻസ് ചോദിച്ചു, എന്നാൽ ഇതിനകത്ത് ഈ കള പറിച്ച് കളയട്ടെ. അപ്പോൾ മുതലാളി പറഞ്ഞു, ഇല്ല, നമ്മൾ വീഡ്സ് അല്ലെങ്കിൽ കള പറിക്കുമ്പോൾ നല്ലതിനും ഡാമേജ് വരും, രണ്ടും കൂടെ വളരട്ടെ, കൊയ്ത്തിന്റെ സമയത്ത് ഇതിനെ വേർതിരിക്കാം എന്ന് പറഞ്ഞ കഥ പറയുകയാണ്. ഈ കഥ പറഞ്ഞതിന് ശേഷം പാരബിൾ ഓഫ് ദ മസ്റ്റാർഡ് സീഡും ലീവൻ, ഇത് ഗ്രോത്തിനെ കാണിക്കുന്ന 2 പാരബിളാണ്. മസ്റ്റാർഡ് സീഡ് ചെറുതാണെങ്കിലും അത് ഭയങ്കര വലുതാവും. സോ ഇറ്റ് ഗ്രോസ് ഇവൻച്വലി 100 times or more than that the size of the seed. ലീവൻ, ഈസ്റ്റ്, അതിന്റെ ഫങ്ഷനും അത് തന്നെയാ. കുറച്ച് മതി, എന്നാൽ കുറേ മാവ് പൊളിപ്പിക്കാൻ പറ്റും. സോ ആ ഒരു ഐഡിയ, ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്, ചെറുതിൽ തുടങ്ങി അത് ഉറപ്പായിട്ടും വലുതാവും എന്ന ഐഡിയ തരുന്ന ഒരു ഉപമയാണ് അവിടെ. 2 ഉപമകളാണ് പറഞ്ഞത്. എന്നിട്ട് അതിന്റെ സാരം ഇതാണ്: കിങ്ഡം ഓഫ് ഗോഡ് വിൽ ഗ്രോ. ഈ പാരബിൾസിൽ പറഞ്ഞ പോലെ വീറ്റ് വിൽ ഗ്രോ. ചിലപ്പോൾ അതിന്റെ കൂടെ ടേഴ്സും ഉണ്ടാകും, കളയും ഉണ്ടാകും. രണ്ടും വളർന്നിരിക്കും, പക്ഷെ ഉറപ്പാണ് വീറ്റ് വളരും. എന്നാൽ കള ഒരുമിച്ച് വളരുമ്പോൾ കള ചിലപ്പോൾ വീറ്റിനുള്ള വളവും ചിലപ്പോൾ കള തിന്നും. ഈ കള വീറ്റിനെ ഡിസ്റ്റർബ് ചെയ്യും. എന്നിരുന്നാൽ തന്നെ ദൈവം ആ കളയെ ഉടനെ എടുത്ത് മാറ്റില്ല. ടൈം വിൽ കം. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷനും അവിടെ പറയുന്നുണ്ട്. 36-43, kingdom of Jesus sent the multitude away, and disciples asked them, explain us the parable of the tares of the field. അപ്പം കർത്താവ്, ഫീൽഡ് ഈസ് ദ വേൾഡ്. 38-ാം വാക്യം, ഗുഡ് സീഡ്സ് ആർ ദ സൺസ് ഓഫ് ദ കിങ്ഡം, ടേഴ്സ് ആർ ദ സൺസ് ഓഫ് ദ വിക്കറ്റ്. 2 ആളുകളാണ് ദൈവം ഉദ്ദേശിച്ചത്. enemy who sowed them is the devil. Harvest is at the end of the age, 39, and reapers are the angels. Therefore, as the tares are gathered and burned in the fire, so it will be at the end of the age. The Son of Man, angelsine അയച്ചിട്ട് those who practice lawlessness, they will be cast into verse 42, into the furnace of fire, and they will be wailing and gnashing of teeth. പക്ഷേ 43-ാം വാക്യം, അതാണ് അതിന്റെ ഒരു കാതല്. The righteous will shine forth as the sun in the kingdom of their father. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ രാജ്യത്ത് അത് കുറച്ച് ആളുകളെ വെച്ച് തുടങ്ങും, അത് വലുതാവും, തീർച്ചയായും വലുതാവും. നീതി പ്രവർത്തിക്കുന്നവരും ഉണ്ടാവും, അനീതി പ്രവർത്തിക്കുന്നവരും ഉണ്ടാവും. നീതിമാന്മാരുടെ നീതിക്ക് വാല്യൂ ഉണ്ട്. കള ഉണ്ട് എന്ന് വിചാരിച്ച് നീതിമാന്മാർ പ്രയാസപ്പെടരുത്. 43-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ദൈവത്തിന്റെ രാജ്യം വളരും, അതിൻ്റെ ഉള്ള ആളുകൾ വളരും. ആളുകൾ വളരുമ്പോൾ അവരുടെ സ്വഭാവവും വളരും. എന്നാൽ ആ ആളുകൾ അങ്ങനെ വളരുമ്പോൾ അവരുടെ നീതിക്ക് ഒരു ഫ്യൂച്ചറുണ്ട്. കളയുടെ ഫ്യൂച്ചർ വേദനയുള്ള ഒരവസ്ഥയാണെങ്കിൽ ഗോതമ്പിന്റെ ഫ്യൂച്ചറാണ് 43 പറയുന്നത്. നീതിമാന്മാരുടെ നീതി സൂര്യനെ പോലെ പിതാവിന്റെ രാജ്യത്ത് പ്രകാശിക്കും. സോ വീണ്ടും ട്രൂ ഡിസൈപ്പിൾസിനെ എൻകറേജ് ചെയ്യാണ്. ട്രൂ ഡിസൈപ്പിൾസ് ആർ ദ വീറ്റ്. അതിനിടയിൽ ഫോൾസ് ഡിസൈപ്പിൾസ് ഉണ്ടാവും. ദൈവം എല്ലാ ഈവിൾ ലോലെസ്നെസ്സിനെയും മാറ്റത്തില്ല. കാരണം അത് ട്രൂ ഡിസൈപ്പിൾസിനെ അഫക്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ച്. ബട്ട് ഡോണ്ട് വറി, ട്രൂ ഡിസൈപ്പിൾസിന്റെ നീതി പ്രവർത്തിക്ക്
നല്ല സ്വഭാവത്തിന് ഒരു ഫ്യൂച്ചർ ഉണ്ട്. വേഴ്സ് 43 പറയുന്നത് പോലെ നിങ്ങൾ വളരുക, ദൈവരാജ്യവും വളരും, ഗോതമ്പും വളരും, കളയും വളരും. എന്നാൽ എന്നാൽ ഭാവിയിൽ പിതാവിന്റെ രാജ്യത്തിൽ നീതിമാന്മാരുടെ നീതി സൂര്യനെ പോലെ പ്രകാശിക്കും എന്നൊരു പ്രോമിസ് കൊടുത്തിട്ട് ആണ് ഈ ദൈവരാജ്യത്തെ പറ്റി വീണ്ടും പറയുന്നത്. അപ്പൊ ആദ്യത്തെ പാരബിളിൽ പറഞ്ഞ ദൈവരാജ്യം പല ആളുകൾ പല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ദൈവം പറയും, ആളുകൾ പല രീതിയിൽ റിയാക്ട് ചെയ്യും, ദൈവവും റിയാക്ട് ചെയ്യും. ഫ്രൂട്ട്ഫുൾ ആകാൻ, അനുസരിക്കുന്നവരെ ഫ്രൂട്ട്ഫുൾ ആകാൻ ദൈവം സഹായിക്കും. മത്സരികളെ അവർക്ക് ന്യായവിധിക്കായിട്ട് ദൈവം കാര്യങ്ങളെ മറച്ചു വെക്കുകയും ചെയ്യും. രണ്ടാമത്, ദൈവരാജ്യം വളരുന്ന ഒരു സമ്പ്രദായമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അതിലുള്ള ആളുകളും സ്വഭാവവും ഗോതമ്പ് അത് വളരും, എന്നാൽ ചിലപ്പോൾ കളയും, കൂടെ വളർന്നിരിക്കും. ഈ ഗോതമ്പ് ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് കാര്യമില്ല. കാരണം ഗോതമ്പിന്റെ നീതിക്ക് പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രകാശിക്കുമാർ ഒരു ഭാവിയുണ്ട്. അപ്പൊ ദൈവരാജ്യത്തിലുള്ളവർക്ക് ദൈവരാജ്യത്തെ പറ്റി അറിയണം. ദൈവരാജ്യം ഇന്നോ നാളെയും കൊണ്ട് അവസാനിക്കുന്ന ഒരു സാധനമല്ല. നീതി പ്രവർത്തിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും അവരുടെ നീതി തെളിയുന്ന ഒരു ദിവസമുണ്ട് എന്ന് മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ ആ ദൈവരാജ്യത്തിൽ വളരണം എന്നാണ് കർത്താവ് വീണ്ടും ആ പാരബിളിൽ ഓർപ്പിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. ഗോഡ്സ് ഇനീഷ്യേറ്റീവ്സ് ആർ ഓൾവേസ് സക്സസ്ഫുൾ ഈവൻ വെൻ ഡിഫൈൻഡ് ആസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. മസ്റ്റർഡ് സീഡ് ചെറുത്, 12 പേരേ ഉള്ളൂ ശിഷ്യന്മാര്, അല്ലെങ്കിൽ ലീവൻ അത് ഇച്ചിരിയേ ഉള്ളൂ. പേടിക്കണ്ട, ഗോഡ് ഓൾവേസ് വിൻസ്. അതുകൊണ്ട് ദൈവരാജ്യത്തിലുള്ള ആളുകൾ ഗോതമ്പ് വളരണം, കളയുണ്ടെങ്കിലും വളരണം. കാരണം ഭാവി നീതി സൂര്യനെ പോലെ പ്രകാശിക്കും എന്ന വാഗ്ദത്വം അതിനുണ്ട്. അപ്പൊ ദൈവരാജ്യവും ദൈവരാജ്യത്തിലുള്ള ആളുകളും വളരെ കണക്റ്റഡാണ്. ദൈവരാജ്യം ഒരു ഏരിയ മാത്രമല്ല, ഒരു യാഥാർത്ഥ്യം മാത്രമല്ല, അതിൽ ആളുകളും അതിൻ്റെ പ്രിൻസിപ്പിൾസിനോട് ഇണങ്ങിയിരിക്കുന്ന സ്വഭാവവും ഭരണവും ജീവിതവും എല്ലാം ഇടകലർന്ന ഒരു സംഭവമാണ് ഒരു ട്രൂ ഡിസൈപ്പിളിനെ പറ്റി ദൈവം ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഡിസൈപ്പിൾസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കർത്താവ്. അവര് തളർന്നു പോകാതെ കിങ്ഡത്തിന്റെ ഫ്യൂച്ചർ ഉണ്ടെന്നും അതുകൊണ്ട് അവർ വളരെ നന്നായി അനുസരിക്കാനും കമ്മിറ്റഡ് ആകാനും ആകേണ്ടത് ദൈവം ഡിസൈപ്പിൾസിന് ഇങ്ങനെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമുക്കിത് എഴുതി തന്നപ്പോൾ ഇങ്ങനെ അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെയും ഉപമയുടെയും നടുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് അതിനെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് എഴുതി തന്നതാണ് ഈ അധ്യായം. നമ്മൾ ഇങ്ങനെയാണ് ഈ പ്രസംഗം മനസ്സിലാക്കേണ്ടത് എന്നുകൊണ്ടാണ് ഇങ്ങനെ എഴുതി തന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ യുവർ ഡിഫിക്കൽട്ടീസ് ഡു നോട്ട് സർപ്രൈസ് ഗോഡ്, ഇറ്റ്സ് നോട്ട് ഈവൻ എ ചലഞ്ച്. മുതലാളി പറഞ്ഞു രണ്ടും വളരട്ടെ, ഇതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ എടുത്തു മാറ്റിയ ഗോതമ്പിന് ഇച്ചിരി ഹാം ഉണ്ടാവും, വളരട്ടെ. ദാറ്റ് ഈസ് ഫോർ ഗോതംസ് അഡ്വാൻറ്റേജ്. ഞാനിപ്പോൾ കളയെല്ലാം മാറ്റിക്കളഞ്ഞ് ഗോതമ്പിന് അവിടെ ഇവിടെ ഒക്കെ പിഴുതു പോയ പിന്നെ എന്തിനാ? ഇതൊരു പ്രശ്നമേ അല്ല. കൊയ്ത്ത് വരും, ഞാൻ രണ്ടും മാറ്റും. അപ്പൊ യുവർ ഡിഫിക്കൽട്ടീസ് ആർ നോട്ട് സർപ്രൈസ് ടു ഗോഡ്, ഇറ്റ്സ് നോട്ട് ഈവൻ എ ചാലഞ്ച്, ദീസ് ആർ ഫോർ യുവർ അഡ്വാൻറ്റേജ്. സോ ദൈവരാജ്യം ഇങ്ങനെയാ. അത് മനസ്സിലാക്കി നമ്മൾ വളരെ വിവേകത്തോടെ ഈ രാജ്യത്തിൽ ജീവിക്കണം, മനസ്സിലാക്കണം, നമ്മൾ അനുസരിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ ഒടുവിലത്തെ ഇങ്ങനെ സാൻഡ്വിച്ചായ 2 സെക്ഷൻ, പാരബിൾ ഓഫ് കിങ്ഡം, പാരബിൾ ഓഫ് ദ സോയിൽ ആൻഡ് പാരബിൾ ഓഫ് വീറ്റ് ആൻഡ് ടേഴ്സ്. ഇത് രണ്ടുമാണ് ഒരു സാൻഡ്വിച്ച് മോഡലിൽ നമുക്ക് എഴുതി തന്നത്. അങ്ങനെ നമ്മൾ ആ പ്രസംഗത്തെ അങ്ങനെ മനസ്സിലാക്കിയിരിക്കണം. അത് കഴിഞ്ഞ് കർത്താവ് 44 മുതൽ 46 വരെ 2 കാര്യങ്ങൾ മെയിനായിട്ട് പറയുകയാണ്. 10-ലുള്ള ഡിസൈപ്പിൾസ് ആ പ്രസംഗം കേട്ടപ്പോഴേക്കും ഒരു അല്പം ഡിസ്കറേജ് ആയി കാണും. ബിക്കോസ് ഡിസൈപ്പിൾസ് ആർ ഓൾറെഡി ഷോക്ഡ്. ദ പവർഫുൾ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് സഫറിങ് ഓപ്പോസിഷൻ. ആൻഡ് അങ്ങനെ ഒരു ദൈവരാജ്യം അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ദാവീദിന്റെ മകനായ മെശിഹ വന്നിട്ട് മരിക്കാൻ പോവാ, സഫർ ചെയ്ത് മരിക്കാൻ പോവാ. ഇത്രയും കഷ്ടപ്പെട്ട് മരിച്ചിട്ട് പിന്നെ ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കാൻ തോന്നും. അത്ര സർപ്രൈസിങ് ആണ് ഗോഡിന്റെ പ്ലാൻ. അപ്പം തുടർന്നുള്ള കഥകളിൽ, ഉപമകളിൽ വീണ്ടും ഈ അതേ അധ്യായത്തിൽ ഡിസൈപ്പിൾസിനോട് ഇതിന്റെ കോസ്റ്റ് എന്താണെന്ന് വീണ്ടും കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ പറയുന്നത് ആദ്യത്തെ പാരബിളാണ്, ഉപമയാണ്, പാരബിൾ ഓഫ് ദ ഹിഡൻ ട്രഷർ. അതൊരു ആക്സിഡന്റലി കണ്ട ഒരു ട്രഷറാണ്. 44-ാം വാക്യത്തിൽ, അഗെയിൻ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് എ ഹിഡൻ ട്രഷർ ഇൻ എ ഫീൽഡ് വിച്ച് എ മാൻ ഫൗണ്ട് ആക്സിഡന്റലി ആൻഡ് ഹിഡ് ഇറ്റ്. സന്തോഷത്തോടെ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ ഫീൽഡ് വാങ്ങിച്ചു. അതൊരു കഥയാണ്. കഥ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ ഒരു ഭൂമിയിൽ നിധി ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ നിധിയുടെ വില ചേർത്ത് ഞാൻ ആ ഭൂമിക്ക് വില ഇടുവോ? അതോ മുതലാളിയെ പറ്റിച്ചിട്ട് കുറഞ്ഞ വിലയ്ക്ക് ആ ഭൂമി വാങ്ങിക്കുവോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടിയല്ല ആ കഥ പറഞ്ഞത്. ആ കഥയുടെ പാരബിളിന്റെ പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈ ഈസ് ഹി ടെല്ലിങ് ദ പാരബിൾ? സെയിം വിത്ത് ദ സോയിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, അത് വിതച്ച ആളുടെ കുഴപ്പം അവിടെ ഇവിടെ ഒക്കെ വീണു, നോക്കിയും കണ്ടും ഒക്കെ വിതയ്ക്കണ്ടേ എന്ന് അങ്ങനെ ചിന്തിക്കരുത്. അപ്പൊ ഈ ഉപമകളുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എന്തിനാണ് ഒരു കഥ പറഞ്ഞത്? ദർ ഇസ് എ പോയിന്റ്. ആ പോയിന്റ് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഉപമ പറയുന്നത്. അപ്പം ഒരാളൊരു ട്രഷർ കണ്ടു ബൈ ആക്സിഡന്റ്, തനിക്കുള്ളതെല്ലാം വിറ്റത് വാങ്ങിച്ചു. സോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പാരബിള് പറയുന്നത്, കിങ്ഡം ഓഫ് ഹെവൻ ഈസ് 45-46, ഒരു വിലപിടിപ്പുള്ള മുത്തിനെ സെർച്ച് ചെയ്യായിരുന്നു. ഈസ് ലൈക്ക് എ മെർച്ചന്റ് സീക്കിംഗ് ബ്യൂട്ടിഫുൾ പേൾസ്. മോളിലത്തെ ട്രഷർ ആക്സിഡന്റ് ആയിട്ട് കണ്ടു, രണ്ടാമത്തെ പേൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, അങ്ങനെ കിട്ടി. അതിപ്പം അറിയാതെ പെട്ടെന്ന് ആക്സിഡന്റലി കിട്ടിയാലും അന്വേഷിച്ചിട്ട് കിട്ടിയാലും എങ്ങനെയായാലും ദർസ് എ കോസ്റ്റ് ഇൻവോൾവ്. നമ്മളവിടെ കാണുന്നത് ദ വാല്യൂ ഓഫ് ദ കിങ്ഡം ഔട്ട്വെയ്സ് എനി സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യവും അതിൻ്റെ പ്രിൻസിപ്പിൾസും അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വാല്യൂ അല്ലെങ്കിൽ ആ ഫ്രൂട്ട്ഫുൾനെസ്, അതും നമ്മൾ കൊടുക്കുന്ന ത്യാഗം, നമ്മുടെ ത്യാഗത്തിന്റെ വേദനയും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒന്നുമില്ല. അത്ര വലിയതാണ് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസും ദൈവത്തിന്റെ ദൈവരാജ്യവും അതിനോട് അനുബന്ധിച്ച് ദൈവം പ്രോമിസ് ചെയ്യുന്ന ഗ്ലോറിയും. രണ്ട്, ആ ദൈവരാജ്യത്തിന്റെ അനുബന്ധിച്ചുള്ള അനുസരണം, അതിന്റെ വാഗ്ദത്വം, അതിലുണ്ടാകുന്ന ആ ഡിലൈറ്റ് അല്ലെങ്കിൽ ആ ജോയ്. നമ്മൾ 44 വായിച്ചു, ആൻഡ് ഫോർ ജോയ് ഓവർ ഇറ്റ് ഹി ഗോസ് ആൻഡ് സെൽസ് വാട്ട് ഹി ഹാസ്. ഇറ്റ്സ് പ്രൈസ്ലെസ്. അപ്പം അതിനൊരു കോസ്റ്റ് ഉണ്ട്. നമ്മൾ എത്ര ത്യാഗം ചെയ്താലും അതിന് കണക്ക് പറയരുത്. ദൈവത്തെ അനുസരിക്കുന്നതിന് കണക്ക് പറയരുത്. ദൈവത്തെ സന്തോഷത്തോടെ മെനക്കെട്ട് അനുസരിക്കണം. അങ്ങനെ ഡിസൈപ്പിൾസ് അതിന്റെ കോസ്റ്റ് മനസ്സിലാക്കണം. കാരണം ഇത് ഡിസൈപ്പിൾസിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കർത്താവ്. യു കൗണ്ട് ദ കോസ്റ്റ്. എന്റെ രാജ്യത്തിന് ഒപ്പോസിഷൻ ഉണ്ടാവുമല്ലോ, ബട്ട് യു കൗണ്ട് ദ കോസ്റ്റ്. നിങ്ങളുടെ ത്യാഗവും അത് തരുന്ന വാല്യൂവും തമ്മിൽ ആടിന്റെ വ്യത്യാസം. പ്ലസ് അതിന്റെ ഡിലൈറ്റ് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്, ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ഒരു ഡീപ്പ് ഫെലോഷിപ്പാണ്. അതിന്റെ ആ ബന്ധത്തിന്റെ ആ എൻജോയ്മെന്റ് ഈസ് പ്രൈസ്ലെസ്. ഗോഡ് വിൽ ബി യുവർ ഫ്രണ്ട്. സോ ത്യാഗത്തിന്റെ കണക്ക് പറയരുത്. സ്നേഹമോ അത് പ്രൈസ്ലെസ് ആണ്. അപ്പൊ ആ ഒരു ഫെലോഷിപ്പ് പ്രോമിസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിന്റെ കണക്ക് പറഞ്ഞ് ജീവിതം മുന്നോട്ട് പോകരുത്. ട്രൂ ഡിസൈപ്പിൾ വിൽ ഓൾവേസ് realize that his sacrifice is nothing compared to the value of God's kingdom. So he will obey. He will also enjoy the fellowship, and ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ സന്തോഷം അത് പ്രൈസ്ലെസ് ആണ്.
എ ട്രൂ ഡിസൈപ്പിൾ വിൽ നോ ദാറ്റ്. ഇതെല്ലാം കർത്താവ് ഇങ്ങനെ ഓരോ കഥ പറഞ്ഞ് ആ ഡിസൈപ്പിൾസിനെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗോഡ് എക്സ്പെക്ട്സ് ജെനുവിൻ കമ്മിറ്റ്മെന്റ് ആൻഡ് എക്സൈറ്റ്മെന്റ്. അത് ആക്ട് ചെയ്തിട്ട് കാര്യമില്ല. ആ രണ്ട് പാരബിൾ ഗോഡ് അവരോട് അവരുടെ കോസ്റ്റിനെ റിമൈൻഡ് ചെയ്തപ്പോൾ ഇനിയുള്ള രണ്ട് കഥകൾ, രണ്ട് ഉപമകൾ, കഥകളല്ല, ഉപമകൾ, ഇറ്റ്സ് ടീച്ചിങ് ദം ടു ബി റെസ്പോൺസിബിൾ. ഫസ്റ്റ് ടു, അതായത് 44 മുതലുള്ള കാര്യത്തിൽ രണ്ട് ഉപമകൾ അവരോട് അതിൻ്റെ കോസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു, ചിന്തിക്കാൻ വേണ്ടി ഉപമ പറഞ്ഞു. തുടർന്നുള്ള രണ്ടെണ്ണം അവര് റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നുള്ള ഒരു ആശയം, ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഐഡിയ അത് മനസ്സിലാക്കാൻ വേണ്ടി അത് പറയുകയാണ്. ഒന്ന്, പാരബിൾ ഓഫ് ഡ്രാഗ്നെറ്റ്. ഡിസൈപ്പിൾസ് വല വീഴ്ചി മാക്സിമം മീനെ പിടിക്കുക, പക്ഷേ ഏഞ്ചൽസ് വിൽ സെപ്പറേറ്റ് ദ വിക്കറ്റ്. യു ബി റെസ്പോൺസിബിൾ, യു ക്യാച്ച് ദ ഫിഷ്, ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, യു ഗോ പ്രീച്ച്. നിങ്ങൾ പോയി പ്രസംഗിക്കുക, 10ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ അത്. അപ്പൊ അങ്ങനെ കർത്താവ് ഡിസൈപ്പിൾസിലൂടെ വല വീശി കിങ്ഡത്തിലേക്ക് പലരെയും കൊണ്ടുവരാൻ നോക്കുന്നു. പലരും പല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പൊ ഏഞ്ചൽസ് വിൽ സെപ്പറേറ്റ് ദ വിക്കറ്റ്. അതുകൊണ്ടാണ് ഡിസൈപ്പിൾഷിപ്പും ഒറിജിനൽ സാൽവേഷനും എന്ന രണ്ട് ടോപ്പിക്കും ഇങ്ങനെ വളരെ റിലേറ്റഡ് ആണ്. ദൈവത്തെ കണ്ടുമുട്ടിയിട്ട് വ്യത്യാസമില്ലാത്തവര് രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ? ദൈവമാണ് തീരുമാനിക്കുന്നത്, ഓഫ് കോഴ്സ്. പിന്നെ ജെനുവിനായിട്ട് രക്ഷിക്കപ്പെട്ടവർക്ക് ചിലപ്പോൾ സംശയം തോന്നാം, ജീവിതത്തിൽ വീഴ്ചകൾ വരാം, ഒന്ന് സ്ലോ ആകാം. ഇതെല്ലാം ശരിയാണ്, അവരെയും താങ്ങാൻ ദൈവം സഹായിക്കും. അപ്പൊ ഈ രണ്ട് ഐഡിയയും ഇതിനകത്തുണ്ട് ഡിസൈപ്പിൾഷിപ്പിൽ. ഒന്ന്, ആർ യു ജെനുവിൻലി ബോൺ അഗൈൻ? രണ്ട്, if you are genuinely born again, where is your fruit? How are you reacting to your salvation? ഈ കടപ്പാട് എനിക്കുണ്ട്, പക്ഷെ ഞാൻ ഒളിപ്പിച്ചു വെച്ചേക്കാം, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ കടപ്പാട് എവിടെ? ഒറിജിനലി രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ കടപ്പാട് എവിടെ? കടപ്പാട് മറന്നുപോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവം ചെയ്ത നന്മയെ ഓർത്ത് ദൈവം തന്നെ സഹായിക്കട്ടെ ദൈവവുമായിട്ടുള്ള ബന്ധം തിരികെ വരാൻ. കാരണം മത്സരികൾക്കുള്ള ശിക്ഷയാണ് ദൈവം ഉപമയിൽ പറഞ്ഞ് അവരെ ന്യായം വിധിക്കും. കാരണം അവർ മനസ്സിലാക്കി മടങ്ങി വന്ന് ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കാൻ. അപ്പം ഈ രണ്ടും വളരെ സീരിയസ് ആണ്. ഒന്ന്, രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ? രണ്ട്, മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ? രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട ഒരാളാണെന്ന് ഉറപ്പാണെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ആ കടപ്പാടും ഫ്രൂട്ട്സ്, ഫലവും അനുസരണവും ഒക്കെ വരുമാറ് നമ്മൾ ട്രൂ ഡിസൈപ്പിളായിട്ട് ജീവിക്കണം. അടുത്ത ഉപമ പറഞ്ഞത് പാരബിൾ ഓഫ് ദ ഹൗസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ therefore 52ാം വാക്യം, therefore every scribe instructed concerning the kingdom of heaven is like a householder who brings out of his treasure things new and old. എന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തെ പറ്റി ഉപദേശം കിട്ടിയ ആളുകൾ എങ്ങനെയുള്ള ആളാണ്? ഒരു വീട്ടിൽ നിന്ന് തൻ്റെ ട്രഷേഴ്സിൽ നിന്ന് പഴയതും പുതിയതും കൊണ്ടുവരുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഡിസൈപ്പിൾഷിപ്പ് ആർ റെസ്പോൺസിബിൾ സ്റ്റിവാർഡ്സ് ഓഫ് കിങ്ഡം ട്രൂത്ത്സ്. പഴയ നിയമവും കർത്താവിലൂടെ വെളിപ്പെട്ട് കിട്ടിയ പുതിയ സത്യവും ഒരുപോലെ മനസ്സിലാക്കി അത് വീതിച്ചു കൊടുക്കുന്ന ഒരു ഹൗസ് ഹോൾഡറിനെ പോലെ റെസ്പോൺസിബിൾ ആണ് ഡിസൈപ്പിൾസ്. ഈ രണ്ട് ഉപമകൾ ഡിസൈപ്പിൾസിന് റെസ്പോൺസിബിലിറ്റിയും, ഇതിന് തൊട്ട് മുമ്പുള്ള രണ്ട് ഉപമകൾ ഡിസൈപ്പിൾസിനോട് ഇതിന്റെ കോസ്റ്റ് ചിന്തിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ആ ഡിസൈപ്പിൾസിനോടുള്ള ഈ പ്രസംഗം കർത്താവ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ 10ാം അധ്യായത്തില് ഡിസൈപ്പിൾസിനോട് പറഞ്ഞു ഒപ്പോസിഷൻ ഉണ്ടാകും, നിങ്ങൾ അത് ഫേസ് ചെയ്യണം. ഒപ്പോസിഷൻ ഉണ്ടാകും, ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 13ാം അധ്യായത്തിൽ പറയുകയാണ്
ആ, എൻ്റെ രാജ്യത്തിൽ പല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എൻ്റെ രാജ്യത്തിൽ അത് വലുതാകും, പക്ഷെ ചിലപ്പോൾ ആ, തിന്മ പ്രവർത്തിക്കുന്നവരും നന്മ പ്രവർത്തിക്കുന്നവരും ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്, ഒരു രീതിയാണ് എൻ്റെ രാജ്യത്തുള്ളത്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. അതിനൊടുവിൽ ഞാനത് വേർതിരിക്കും. എന്നിട്ട് ഗോതമ്പ്, അതായത് നീതിമാന്മാരുടെ നീതി സൂര്യനെ പോലെ പ്രകാശിക്കുമാറ് ഭാവിയുള്ളതാണ് എൻ്റെ രാജ്യം. അതുകൊണ്ട് കളയെ കണ്ട് ഗോതമ്പ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോതമ്പ് നന്നായി വളരുക. കള അവിടെ ഇരുന്നോട്ടെ, മുതലാളിക്ക് അറിയാം. കള മാറ്റാത്തത് നമുക്ക് പ്രയാസം വരാതിരിക്കാൻ വേണ്ടി, നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയാണ്. വളരുക, നമ്മുടെ നീതിക്ക് ഭാവിയുണ്ട്. ദൈവരാജ്യം ഇങ്ങനെയൊക്കെയാ. അതുകൊണ്ട് ഡിസൈപ്പിൾസിനോട് പറയുക, അതിനൊരു വലിയ കോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് പറയാ, നിങ്ങൾക്ക് അതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ പറഞ്ഞാണ് ആ പ്രസംഗം കർത്താവ് അവിടെ എൻഡ് ചെയ്യുന്നത്. ഈ വല പിടിച്ച് മീൻ വരുന്ന പോലെ, ജഡ്ജ്മെന്റ് ക്യാൻ ബി പെയിൻഫുള്ളി ഡേഞ്ചറസ് ഇഫ് യു ആർ നോട്ട് ജെനുവിൻലി ബോൺ അഗെയിൻ ഓർ നോട്ട് ജെനുവിൻലി സ്പിരിച്വൽ. രണ്ടിനും ആപ്ലിക്കബിൾ ആണ്. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പ്രയാസമാണ്. രക്ഷിക്കപ്പെട്ടെങ്കിൽ ആത്മീയമായി വളരേണ്ട പോലെ വളർന്നില്ലെങ്കിലും അത് ഭയങ്കര പെയിൻഫുള്ളി ഡേഞ്ചറസ് ആണ്. ദൈവമാണ് ന്യായം വിധിക്കുന്നത്. ദൈവത്തിന് തെറ്റുപറ്റില്ല. നമുക്ക് തെറ്റുപറ്റരുത്. അതുകൊണ്ട് രക്ഷയെ ഉറപ്പാക്കി നമ്മൾ കടപ്പാടോടുകൂടെ, സന്തോഷത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ നമുക്ക് കാര്യങ്ങളെ അനുസരിച്ച് ഒന്നും കണ്ടും ഭയപ്പെടാതെ നന്നായി റിയാക്ട് ചെയ്ത് നമുക്ക് ജീവിക്കാം. അങ്ങനെയാണ് ഒരു ട്രൂ ഡിസൈപ്പിൾ ദൈവത്തിന്റെ രാജ്യത്ത് ജീവിക്കുന്നത്. അപ്പം ഹൗസ് ഹോൾഡറിന്റെ പാരബിളിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ദ വൺസ് ഇൻസ്ട്രക്റ്റഡ് ഇൻ ദ കിങ്ഡം നീഡ്സ് ടു സീ ഗോഡ്സ് പ്ലാൻ ആൻഡ് ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിന്റെ വെളിപ്പെട്ട പ്ലാനിനെ പറ്റി ഒരു തിരിച്ചറിവ് വേണം. എങ്ങനെയാണ് കാര്യങ്ങൾ, എന്താണ് സംഭവം. വെറുതെ ഇന്ന് 2024 ഇനിയിപ്പോ എങ്ങനെയൊക്കെയാണോ അങ്ങനെ ചിന്തിക്കാതെ, വചനത്തെ പറ്റി, വചനം പഠിച്ച് വചനത്തെ പറ്റിയൊരു ഗ്രാഹ്യം വേണം. കാരണം ഇത് വീതിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് പഴയതും പുതിയതും നമ്മൾ മനസ്സിലാക്കി ഉത്തരവാദിത്വമുള്ള ഒരാളെ കൂടെ ആയിരിക്കണം ഡിസൈപ്പിൾഷിപ്പ്. കോസ്റ്റ് മാത്രം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അങ്ങനെ എടുത്തെങ്കിലേ ഒരു ട്രൂ ഡിസൈപ്പിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ 3 ഡിസ്കോഴ്സാണ്, 3 പ്രസംഗങ്ങളാണ് ട്രൂ ഡിസൈപ്പിൾഷിപ്പോട് ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്, ധ്യാനിച്ചത്. കിങ്ഡം പ്രിൻസിപ്പിൾ, ദൈവത്തിൻ്റെതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വചനത്തെ തെറ്റിദ്ധരിക്കാറുണ്ട്, കപടഭക്തി കാണിക്കാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ ചോയ്സ് ഉണ്ട്. ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ എടുക്കോ ഇല്ലയോ എന്നൊരു ചോയ്സ്. ഇതാണ് ആദ്യത്തെ പ്രസംഗത്തിന്റെ ഒരു സമ്മറി. രണ്ടാമത്തെ പ്രസംഗം പറയുന്നത്, ചോയ്സ് ഒക്കെ നല്ലതാ, നിങ്ങൾ പോയി ഇത് പ്രസംഗിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ജീവിച്ച് പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക്. അപ്പോൾ ഒരു ഒപ്പോസിഷൻ ഉണ്ടാകും. ആളുകളുടെ ഇടയിൽ നിങ്ങൾ എന്നെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിഷൻ ഉണ്ടാകും, പക്ഷെ പേടിക്കരുത്. കുടുംബത്തിന്റെ ഇടയിൽ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ എന്നെ അനുസരിക്കുമ്പോൾ ഓപ്പോസിഷൻ ഉണ്ടാവും, പക്ഷെ പേടിക്കരുത്. എന്നെ അവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുക. നിങ്ങൾ മറ്റ് ഡിസൈപ്പിൾസിനെ കാണുമ്പോൾ, എൻ്റെ ഡിസൈപ്പിൾസിനെ കാണുമ്പോൾ എന്നോടുള്ള സ്നേഹം വെച്ച് അവരെ ആദരിക്കുമ്പോൾ, എന്നെ സ്നേഹിക്കാത്ത കള്ള ഡിസൈപ്പിൾസ് ഉണ്ട്. അവരും നിങ്ങളെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ യു ഓണർ അതേഴ്സ്. നിങ്ങൾ മെനക്കെട്ട് റൈറ്റ് ഡിസൈപ്പിൾസിനെ ഓണർ ചെയ്യണം. അതിന് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, കാരണം എപ്പോഴും അനുസരിക്കുമ്പോൾ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പറയണം, അതൊരു കൃപയുടെ സാക്ഷ്യം വഹിക്കണം. നിങ്ങൾ എൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ ആളുകളുടെ ഇടയിൽ സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ പേടിക്കരുത്, അനുസരിക്കുക. ആളുകളെ പേടിക്കരുത്. കുടുംബം പിന്നെ ഇച്ചിരി സേഫ് സ്ഥലമാണല്ലോ. അവിടെ വരുമ്പോൾ പേടി കൊണ്ടല്ല നേടേണ്ടത്, അവരെക്കാൾ കൂടുതൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണം.
പബ്ലിക്കിന് മുമ്പിൽ നിങ്ങൾ എന്നെ പേടിക്കരുത്. കുടുംബത്തിന് മുമ്പിൽ നിങ്ങൾ എന്നെ അവരെക്കാളും കൂടുതൽ സ്നേഹിക്കണം. പിന്നെ എന്നെ പിന്തുടരുന്ന എന്നെ സ്വഭാവമുള്ള ആളുകളെ കാണുമ്പോൾ അവരെ ആദരിക്കാൻ മറക്കരുത്. ഞാൻ അങ്ങനെ ആദരിക്കുന്നവർക്ക് അവർക്കുള്ള പ്രതിഫലം അത് നിങ്ങൾക്ക് കൂടെ തരും. ഇങ്ങനെ പറഞ്ഞാണ് ഒരു ഒപ്പോസിഷനുള്ള ലോകത്തേക്ക് സാക്ഷിയായി അവരെ ദൈവം പറഞ്ഞു വിടുന്നത്. മൂന്നാമത് പറയാണ്, ദൈവരാജ്യം പല രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ഫലമുള്ളവരായി റിയാക്ട് ചെയ്യുന്ന മണ്ണിൽ വീണ വിത്ത് പോലെ, ആ മണ്ണ് പോലെ ആയിരിക്കണം. കാരണം അതിനകത്ത് എന്ത് വീണാലും 30, 60, 100 മേനി വിളയും. അപ്പോൾ അങ്ങനെ നല്ല നിലം അങ്ങനെയായിരിക്കണം ട്രൂ ഡിസൈപ്പിൾസിന്റെ മനസ്സ്. മുള്ളും അല്ലെങ്കിൽ കീഴെ കല്ലുമുള്ള മണ്ണ്, മുകളിൽ മുള്ളും താഴെ കല്ലുമുള്ള ഒരു മണ്ണ് പോലെ നമ്മുടെ ഹൃദയം ആകരുത്. അങ്ങനെയുള്ള ഹൃദയമാണെങ്കിൽ മേലോട്ടും വളരില്ല, താഴോട്ടും വളരില്ല, അത് പോവേ ഉള്ളൂ. അതുകൊണ്ട് നല്ല മനസ്സോടെ നമ്മൾ ദൈവത്തോട് പ്രതികരിക്കണം. അതുകൂടാതെ അങ്ങനെ പ്രതികരിച്ച് അനുസരിച്ച് നല്ല രീതിയിൽ വളരുമ്പോൾ ചിലപ്പോൾ കളയും കൂടെ വളർന്നിരിക്കും. കളയെ കണ്ട് പേടിക്കരുത്. നിങ്ങളുടെ നീതിക്ക് ഒരു ഭാവിയുണ്ട്. നിങ്ങളുടെ നീതി സൂര്യനെ പോലെ പിതാവിന്റെ രാജ്യത്ത് ശോഭിക്കും. ആയതിനാൽ വളരുക, കളയെ കണ്ട് പേടിക്കരുത്. അങ്ങനെ നിങ്ങൾ വളരെ ഉത്സാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ എല്ലാം ത്യജിച്ച് ചെയ്ത ത്യാഗത്തിന്, അനുസരിക്കാൻ കൊടുത്ത വിലയ്ക്ക് പൊങ്ങച്ചം പറയാതെ, കണക്ക് പറയാതെ, എന്നെ അനുസരിച്ചു നല്ലത് എന്തെങ്കിലും ചെയ്തിട്ട് പൊങ്ങച്ചം അടിക്കാതെ, കണക്ക് പറയാതെ ദൈവത്തിന്റെ രാജ്യത്തെ, ദൈവത്തെ സ്നേഹിച്ച് മുഴുവനും സാക്രിഫൈസ് ചെയ്ത് ആ കോസ്റ്റ് കൊടുത്ത് മുമ്പോട്ട് പോവുക. അതോടൊപ്പം വളരെ റെസ്പോൺസിബിൾ ആണ്. മറ്റുള്ളവരോടും നമ്മളോടും നമ്മുടെ ചുറ്റുപാടും എല്ലാം നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. ഈ ട്രൂത്ത് പഴയതും പുതിയതും ഒരു ട്രഷർ പോലെ, ഒരു നിധി പോലെ അത് വീതിച്ചു കൊടുക്കുക. ഇങ്ങനെയായിരിക്കണം ഒരു ട്രൂ ഡിസൈപ്പിൾ ദൈവത്തിന്റെ രാജ്യത്ത് ജീവിക്കേണ്ടത്. വേറെ സ്ഥലത്ത് ജീവിക്കണമെങ്കിൽ വേറെ പ്രമാണങ്ങളാണ്. പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ തിളങ്ങുന്ന നീതിക്ക് ഭാവിയുള്ള ആ രാജ്യത്ത് ഇതൊക്കെയാണ് പ്രമാണം. അത് മനസ്സിലാക്കുക. ബിക്കോസ് ഗോഡ് ഓൾവേസ് റെസ്പോണ്ട് പോസിറ്റീവ്ലി ടു ഓൾ ദോസ് ഹു ടേൺ ടു ഹിം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്നുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് 4ാമത്തെ പ്രസംഗം, അത് ഹ്യൂമിലിറ്റിയാണ്. നമ്മൾ അവിടെ പോയി അടുത്ത ക്ലാസ്സിൽ അത് ധ്യാനിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.